ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ ബാക്കി MCQൻ്റെ വീഡിയോ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അപ്ലൈഡ് ആന്ത്രപ്പോളജി ഫാൾസ് ഇൻ ടു കാറ്റഗറീസ് വിച്ച് ആർ. എന്താ പറയുന്നത്? അപ്ലൈഡ് ആന്ത്രപ്പോളജിയിൽ എത്ര വിഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? 2 എണ്ണമാണ് ഉൾപ്പെടുന്നത് അല്ലേ? എത്രയാണ്? 2. അപ്ലൈഡ് ആന്ത്രപ്പോളജി 2 വേർഡുകളായിട്ടല്ലേ അത്? അപ്പം അങ്ങനെ ഓർത്താൽ 2 എന്നുള്ളത് ആൻസർ കിട്ടും. 67 ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി 68 നോക്കുക. അനദർ കോമ്പോണന്റ് ഓഫ് റാഡിക്കൽ ഇക്കോളജി ഈസ്. അല്ലേ? എന്താ പറയണത്? റാഡിക്കൽ ഇക്കോളജിയുടെ മറ്റൊരു ഘടകമാണ് എന്ത് എന്നാണ് ക്വസ്റ്റ്യന്. എക്കോ ഫെമിനിസം. റാഡിക്കൽ എക്കോളജി, ഇക്കോ ഫെമിനിസം എന്ന് അങ്ങനെ തന്നെ പറഞ്ഞു പഠിച്ചാൽ അത് കിട്ടും. 68 ഓപ്ഷൻ എ ആണ് വരുന്നത്. 69 നോക്കുക. എ ഫാമിലി കൺസിസ്റ്റിംഗ് ഓഫ് സ്റ്റെപ്പ് റിലേഷൻ ഈസ് കാൾഡ്. അല്ലേ? സ്റ്റെപ്പ് ബന്ധങ്ങളൊക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തെ വിളിക്കുന്ന പേരാണെന്ത്? എക്സ്റ്റെൻഡഡ് ഫാമിലി, അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള കുടുംബം എന്നൊക്കെ. എന്താണ് എക്സ്റ്റെൻഡഡ് ഫാമിലി? അപ്പം നമ്മൾ എക്സ്റ്റെൻഡ് ഫാമിലി എന്ന് പഠിക്കുന്നുണ്ട് എന്ന് ഓർത്താൽ ഈ ഓപ്ഷൻ സി കിട്ടും. പിന്നെ 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ബിറ്റ്വീൻ പൊസിഷൻ ഓൺ ഡിഫറെൻറ്റ് ലെവൽ. അല്ലേ? ഒരു വ്യക്തികൾ ഒരു എന്താ പറയുക സ്റ്റാറ്റസിൽ നിന്ന് മറ്റൊരു സ്റ്റാറ്റസിലേക്ക് മാറുന്നതിനെ എന്താ പറയുക? നമ്മൾ വിളിക്കുന്ന പേരാണ് സോഷ്യൽ മൊബിലിറ്റി. അല്ലേ? താഴ്ന്നതിൽ നിന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴ്ത്തതിലേക്കൊക്കെ മാറുന്നതിനെ സോഷ്യൽ മൊബിലിറ്റി എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ആൻസർ വേഗം കിട്ടും. സോഷ്യൽ മൊബിലിറ്റി ഓപ്ഷൻ ഡി ആണ് എന്നുള്ളത്. ഇനി 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗ്ലിഫോർഡ് ഗീഡ്സ് ക്യാരക്ടറൈസ്ഡ് കൾച്ചർ ആസ്. അല്ലേ? ഗ്ലിഫോർഡ് ഗീഡ്സ് പറയുന്ന വ്യക്തി സംസ്കാരത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചതെന്നാണ് ക്വസ്റ്റ്യന്. ആൻസർ വരുന്നത് എ സെറ്റ് ഓഫ് കൺട്രോൾ മെക്കാനിസം ആൻഡ് ബിഹേവിയർ. അല്ലെ? നിയന്ത്രണ സംവിധാനങ്ങളുടെയും പെരുമാറ്റത്തിൻ്റെയും ഒരു കൂട്ടമാണ് കൾച്ചർ എന്നാണ് ആര് പറഞ്ഞത്? ഗ്ലിഫോർഡ് ഗീഡ്സ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ മാത്രമുള്ളൂ എന്ത്? ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ. അങ്ങനെ ഓപ്ഷൻ സി ആണെന്നുള്ളത് നമുക്ക് വേഗം ആൻസർ കിട്ടും. ഇനി 72 നോക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ഡീസെൻറ്റ് ഇൻ വിച്ച് പീപ്പിൾ തിങ്ക് ഓഫ് ദംസെൽസ് റിലേറ്റഡ് ടു ബോത്ത് ദെയർ മദേഴ്സ് സ്കിൻ ആൻഡ് ദെയർ ഫാദേഴ്സ് സ്കിൻ ആൻഡ് സെയിം ടൈം ഈസ് കാൾഡ്. അല്ലേ? അതായത് ഒരേ സമയം തങ്ങളുടെ അമ്മയുടെ ബന്ധുക്കൾ, അതുപോലെ എന്താ പറയുക ബന്ധുത്വം, അല്ലേ? അതുപോലെ പിതാവിൻ്റെ ബന്ധുത്വമൊക്കെ ആയിട്ടുള്ള സ്വയം ബന്ധപ്പെട്ടിരിക്കുന്നതിന്, അതായത് 2 വംശാവലിയും ഉള്ളതിനെ എന്താ വിളിക്കുക എന്നാണ് ചോദിക്കുന്നത്. അല്ലേ? അപ്പോൾ അതിനെന്താ വിളിക്കുക? ബൈലാറ്ററൽ ഡീസെൻറ്റ്. 2 ഉള്ളത് കൊണ്ട് തന്നെ ബൈലാറ്ററൽ ഡീസെൻറ്റ് ഓപ്ഷൻ എ ആണ് വരിക. അമ്മൻ്റെതും അച്ഛൻ്റെതും. അപ്പോൾ ബൈലാറ്ററൽ ഡീസെൻറ്റ് എന്നാണ് ആൻസർ വരിക. ബാക്കിയുള്ളതൊന്നും നമ്മളങ്ങനെ പഠിക്കാത്ത വേർഡുകളാണ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടേണ്ടതാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനി 73 നോക്കാം. സോഷ്യൽ സ്ട്രക്ചർ ഓഫ് എ സൊസൈറ്റി ഈസ് നെറ്റ്വർക്ക് ഓഫ്. അല്ലെ? ഒരു സമൂഹത്തിൻ്റെ സാമൂഹ്യ ഘടനാ ശൃംഖലയാണ് എന്ത്? കംപ്ലൈൻസ് ടു നോംസ്. എന്താ വരുന്നത്? കംപ്ലൈൻസ് ടു നോംസ് ആണ് വരുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതൊക്കെ ഒന്ന് എടുത്ത് പഠിക്കേണ്ട ആൻസറാണ്. ഇനി 74 നോക്കാം. ആൾ ഹ്യൂമൻ സൊസൈറ്റി ഹാവ് എക്സ്ചേഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ ബി ഗുഡ്സ് ആൻഡ് സർവീസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ലോക്കൽ ഗ്രൂപ്പ് ടു അനദർ ഈസ് കാൾഡ്. അല്ലേ? ഇവിടെ ഒന്നും നോക്കാല്ല. ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് കണ്ടാൽ തന്നെ ട്രേഡ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർത്താൽ മതി. അപ്പോൾ അത് കിട്ടും. ഇത് പറയുന്നത് എല്ലാ മനുഷ്യ സമൂഹങ്ങൾക്കും വിനിമയ സ്ഥാപനങ്ങളുണ്ട്. അതിനോട് ചരക്കുകളും സേവനങ്ങളും ഒരു പ്രാദേശിക ഗ്രൂപ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് വിളിക്കുന്നതാണ് ട്രേഡ്. അല്ലേ? അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് കണ്ടാൽ ട്രേഡ് ആയിരിക്കും ആൻസർ. 74 ഓപ്ഷൻ സി ആണ്. ഇനി 75 നോക്കുക. എ വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജ് ട്രഡീഷണലി ടേംസ് വാസ് അപ്ലൈഡ് ടു റീജിയണൽ ഡയലക്ട്സ് ബട്ട് അപ്ലൈഡ് ടു വെറൈറ്റീസ് ഓഫ് പാർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പ് ആർ കാൾഡ്. ഇവിടെ ഒന്നും നോക്കാല്ല. ക്വസ്റ്റ്യനിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. ഡയലക്ട്സ് എന്നുള്ളത്. ഓപ്ഷൻ ഡി ഡയലക്ട്സ് ആണ് അതിൻ്റെ ആൻസർ. ഇവിടെ പറയുന്നത് പരമ്പരാഗതമായിട്ട് ഭാഷയുടെ ഒരു വകഭേദം, അതുപോലെ പ്രാദേശിക ഭാഷകൾക്കൊക്കെ ഈ പദം പ്രയോഗിച്ചു എങ്കിലും പ്രയോഗിക്കപ്പെട്ടിട്ട് പ്രത്യേക സാമൂഹ്യ ഗ്രൂപ്പുകളുടെ വ്യത്യാസങ്ങളെയൊക്കെ വിളിക്കുന്ന പേരാണ് എന്താണ് ചോദ്യം. അപ്പോൾ അതിൽ ആൻസർ ക്വസ്റ്റ്യനിൽ തന്നെ വരുന്നുണ്ട് ഡയലക്ട്സ് എന്നുള്ള വേർഡ്, റീജിയണൽ ഡയലക്ട്സ്. അപ്പോൾ ആൻസർ വരുന്നതും ഓപ്ഷൻ ഡി ഡയലക്ട്സ് ആണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്രൈം ഈസ് ലേൺഡ് ഇൻ അസോസിയേഷൻ ഹു സെയ്ഡ് ദിസ്. അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എഡ്വിൻ സുദർലാൻഡ് ആണ്. ആരാണ്? എഡ്വിൻ സുദർലാൻഡ്. ക്രൈം എഡ്വിൻ സുദർലാൻഡ് തന്നെ ഓർത്തു വെച്ചാൽ അത് കിട്ടും. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 77 നോക്കുക. പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ആർ സോഷ്യലി അറ്റാച്ച്ഡ് ടു ദെയർ പാരൻസ് ആർ കാൾഡ് ഡാഷ്. എന്താ വിളിക്കുക?
വ്യക്തികൾ അവരുടെ മാതാപിതാക്കളുമായിട്ട് സാമൂഹികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രക്രിയയെ വിളിക്കണതാണ് ഫിലിയേഷൻസ്. എന്താണ്? ഫിലിയേഷൻസ് അല്ലേ, അതാണ് വിളിക്കുക. അതൊക്കെ ഒരു പുതിയൊരു വേർഡാണ് എന്നുള്ളത് ഓർത്താൽ ഫിലിയേഷൻസ് എന്നൊക്കെ കിട്ടും. ഇനി 78 നോക്കുക. ഫെമിനിസ്റ്റ് ആന്ത്രപ്പോളജി ഈ സ്റ്റഡി ഓഫ് ലൈഫ്. ഫെമിനിസ്റ്റ് ആന്ത്രപ്പോളജി എന്താണ്? ഫെമിനിസ്റ്റ് പറഞ്ഞാൽ തന്നെ സ്ത്രീകളാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ തന്നെ നിങ്ങൾക്ക് കിട്ടും വിമൺ ആൻഡ് വിമൺസ് ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഫെമിനിസ്റ്റ് പറഞ്ഞാൽ വിമൺ, അപ്പോൾ വിമൺ ആൻഡ് വിമൺസ്. 79 നോക്കുക. Unidentified in shamanism, current popular and self-help movements with connections to shamanism include all of following except. എന്താ പറയുന്നത്? ഷമാനിസത്തിൽ തിരിച്ചറിഞ്ഞ പോലെ കണക്ഷൻ ഉള്ള നിലവിലെ ജനപ്രിയവും സ്വയം സഹായവുമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഷാമിനിസത്തിൽ താഴെ പറയുന്നതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അത് ഏതാണെന്നാണ് ചോദ്യം. അത് വരുന്നത് ന്യൂ ഏജ് ആണ്. ഷമാനിസം ന്യൂ ഏജ് തന്നെ ഓർത്തു വെക്കുക അല്ലേ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? നിയോ ഷമാനിസം എന്ന് വരുന്നുണ്ട്. അതല്ല, സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ട്, പിന്നെ ഒന്ന് എലിറ്റിസം എന്നാണ്. അപ്പം ന്യൂ ഏജ് അല്ലേ, അങ്ങനെ ഓർത്താൽ അത് കിട്ടും. 79 ഓപ്ഷൻ ബി. ഇനി 80 നോക്കുക. സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ ഫാൾ അണ്ടർ അല്ലേ. സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ ഇതിൻ്റെ മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഡിസൈൻ. എന്താണ്? പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഡിസൈൻ ആണ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിൾസ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഡിസൈൻ തന്നെ പറഞ്ഞു പഠിച്ചാൽ 80 കിട്ടും. ഇനി 81 നോക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫിനോമിന വെൻ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഹൈലി സ്കിൽഡ് പീപ്പിൾ എമിഗ്രേറ്റ് ടു എ ന്യൂ കൺട്രി ദെയർ ഹോം കൺട്രി ലോസസ് ഈസ് റെഫേർഡ് ആസ്. എന്താ പറയണത്? വിദ്യാസമ്പന്നരും അതുപോലെ തന്നെ ഉയർന്ന വൈദഗ്ധ്യമുള്ളവരുമായിട്ടുള്ള ആളുകൾ ഒരു പുതിയ രാജ്യത്തേക്ക് കുടിയേറുമ്പോൾ ഉണ്ടാകുന്ന എന്താ പറയുക പ്രതിഭാസങ്ങൾ, അതുപോലെ തന്നെ അവരുടെ മാതൃരാജ്യം നഷ്ടപ്പെടുകയും ചെയ്യും അല്ലേ. അങ്ങനെ ഉള്ളതിനെ എന്താ വിളിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ബ്രെയിൻ ഡ്രെയിൻ അല്ലേ. രണ്ടും ഒരേ സൗണ്ടിലാണ്. റൈമിംഗ് വേർഡ്സ് ആയിട്ട് കണ്ടാൽ ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ളത് കിട്ടും അല്ലേ. വിദ്യാസമ്പന്നരും ഉയർന്ന വൈദഗ്ധ്യമുള്ളവരുമായിട്ടുള്ള ആളുകൾ ഒരു പുതിയ രാജ്യത്തേക്ക് കുടിയേറുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ അവരുടെ മാതൃരാജ്യം എന്ത് ചെയ്യും? നഷ്ടപ്പെടുകയും ചെയ്യും അല്ലേ. അതിനെ വിളിക്കുന്ന പേരാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി 82 നോക്കുക. പ്രോബ്ലം സോൾവിംഗ് പ്രോസസ് ബിഗാൻ അല്ലേ. പ്രശ്നപരിഹാര പ്രക്രിയ ആരംഭിച്ചത് എന്തിനാണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഡിഫിക്കൽറ്റി അല്ലേ, ബുദ്ധിമുട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രോബ്ലം സോൾവിംഗ് പ്രോസസ് ബിഗാൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഡിഫിക്കൽറ്റി. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഡിഫിക്കൽറ്റി ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി 83 നോക്കുക. സിംബോളിക് ആന്ത്രപ്പോളജി വാസ് ആൾസോ റിയാക്ഷൻ എഗെയിൻസ്റ്റ് അല്ലേ. എന്താ പറയുന്നത്? സിംബോളിക് ആന്ത്രപ്പോളജിയിൽ അതിനെതിരായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു എന്ത്? മെറ്റീരിയലിസം ആൻഡ് മാക്സിസം. എന്താണ്? മെറ്റീരിയലിസം ആൻഡ് മാക്സിസം ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് വന്നിട്ടുള്ളത്. ഇനി 84 നോക്കുക. കൾച്ചറൽ ആന്ത്രപ്പോളജി ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ഇക്കോളജി ആൻഡ് അഡാപ്റ്റേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണെന്നാണ് ചോദ്യം. മാനവിക ശാസ്ത്രവും അതുപോലെ തന്നെ അനുരൂപീകരണവും മനസ്സിലാക്കുന്നതിനുള്ള സാംസ്കാരിക നരവംശ ശാസ്ത്രം അവതരിപ്പിച്ചിട്ടുള്ളത് ജൂലിയൻ സ്റ്റെവാർഡ് ആണ് അല്ലേ. ഇതിലെല്ലാ ഓപ്ഷനും നോക്കിയാൽ 2 നെയിമിലായിട്ട് നിൽക്കുന്നത് ജൂലിയൻ സ്റ്റെവാർഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് മാലിനോസ്കി ആണ്, പിന്നെ ഒന്ന് ഇനീഷ്യലാണ് ഇ ബി ടൈലർ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒന്ന് മോർഗൻ ആണ്. അപ്പോൾ ജൂലിയൻ സ്റ്റെവാർഡ് എന്നുള്ളത് അങ്ങനെ ആലോചിച്ചാൽ ഓപ്ഷൻ എ ആണെന്ന് കിട്ടും. ഇനി 85ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ വുമൺ ഹൂ ഷെയർസ് എ ഹസ്ബൻഡ് വിത്ത് 1 or more അതർ വുമൺ ഇൻ പോളിജീനിയസ് യൂണിയൻ ആർ കാൾഡ് അല്ലേ. ബഹുഭാര്യത്വ യൂണിയനിൽ ഒന്നോ അതിലധികമോ സ്ത്രീകളുമായിട്ട് ഭർത്താവിന് പങ്കെടുക്കുമ്പോൾ ആ ഒരു സ്ത്രീയെ വിളിക്കുക എന്താണ്? കോ വൈഫ് അല്ലെ. എന്താണ്? ഒരു പുരുഷൻ 2 ഭാര്യ ഉണ്ടെങ്കിൽ ഒരു ഭാര്യനെ എന്താ വിളിക്കുക? കോ വൈഫ് എന്നല്ലേ വിളിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഓപ്ഷൻ സി ആണ് 85ന്റെ ആൻസർ വരുന്നത്. 86ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ പ്രോപ്പർട്ടി ഗിവൺ ബൈ എ ഫാമിലി ടു ഇറ്റ്സ് ഡോട്ടർ അപ്പോൺ മാരേജ് ഫോർ ബെനിഫിറ്റ് ഓഫ് ഹെർ ന്യൂ കൺജഗൽ ഹൗസ് ഹോൾഡ് ഈസ് അല്ലേ. അതായത് ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് അതിന് ശേഷം മകളുടെ ആനുകൂല്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു കുടുംബം നൽകുന്ന സ്വത്തിനെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതിനെന്താ വിളിക്കുക? സ്ത്രീധനം അല്ലെങ്കിൽ ഡൗറി. അതിൻ്റെ ആൻസർ വരുന്നത് ഡൗറി എന്നാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 87 നോക്കുക. സിംബോളിക് ആന്ത്രപ്പോളജി ക്യാൻ കൺസിഡർ ആസ് എ റിയാക്ഷൻ ടു അല്ലെ. പ്രതീകാത്മക നരവംശാസ്ത്രത്തിന് പ്രതികരണമായിട്ട് കണക്കാക്കുന്നതാണ് സ്ട്രക്ചറലിസം. എന്താണ്? സ്ട്രക്ചറലിസം. അതിൻ്റെ ഓപ്ഷൻ ആൻസർ നോക്കുക. എസ്. സിംബോളിക് ക്വസ്റ്റ്യൻ എസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ആൻസറും എന്താണ്? എസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. സ്ട്രക്ചറലിസം എന്ന് കിട്ടും.
87 ആണ് വരുന്നത്. ഇനി 88 നോക്കുക. ആൾ ഹ്യൂമൻ സൊസൈറ്റി ഹാവ് എക്സ്ചേഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ഗുഡ്സ് ആൻഡ് സർവീസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഈസ് കാൾഡ് അല്ലേ. ഇത് 74ാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ചതാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് കണ്ടാൽ ട്രേഡ് ആണ്, പക്ഷെ അവിടെ ഓപ്ഷൻ എന്തായിരുന്നു? അത് സി ആയിരുന്നു 74ാമത്തേൽ വന്നിരുന്നത്. ഇവിടെ 88ൽ അത് വന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണെന്ന് ഓർത്തു വെക്കുക. ഇനി 89 നോക്കുക. ബെസ്റ്റ് നോൺ ആസ് എ എത്തനോഗ്രാഫർ ആർ അല്ലെ. എന്താ പറയുന്നത്? എത്തനോഗ്രാഫർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് മാർഗരറ്റ് മെഡ് അല്ലെ. മാർഗരറ്റ് എന്നും എം വെച്ചിട്ടാണ്, മെഡ് എന്നും എം വെച്ചിട്ടാണ്. അപ്പൊ രണ്ടും എം വെച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ 89 സി ആണ്. ഇനി 90 നോക്കുക. കൺസെപ്റ്റ് അലിയനേഷൻ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അല്ലെ. അന്യവൽക്കരണം എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് അവതരിപ്പിച്ച വ്യക്തിയാണ് കാൾ മാക്സ് അല്ലെ. അലിയനേഷൻ കാൾ മാക്സ്, അലിയനേഷൻ കാൾ മാക്സ്, അങ്ങനെ തന്നെ ഓർത്തു വെക്കുക. ഇനി 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജെറൻഡോളജി ഈ സ്റ്റഡി ഓഫ് അല്ലെ. ജെറൻഡോളജി എന്നുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ് ഏജ്ഡ് ആൻഡ് ഏജിങ്. ഓപ്ഷൻ സി ആണ്. രണ്ടും ഒരേപോലെ വരുന്നത് ഈ ഒരു ഓപ്ഷൻ ഉള്ളൂ, ഏജ്ഡ് ആൻഡ് ഏജിങ്. ഇനി 92 സിംബലൈസ്ഡ് ദി എന്താ? ടോട്ടം സിംബലൈസ്ഡ് ചെയ്യുന്നത് എന്താണ്? സൊസൈറ്റി ആണ് അല്ലേ. ഇവിടെ സിംബലൈസ്ഡ് എസ് വെച്ചിട്ടല്ലേ, അപ്പോൾ സൊസൈറ്റി എന്ന് അങ്ങനെ ഓർത്താൽ കിട്ടും. 93 നോക്കുക. ആന്ത്രപ്പോളജി ഈസ് ബെസ്റ്റ് വേ ഓഫ് ഫോർ അല്ലേ. ആന്ത്രപ്പോളജി ഈസ് ബെസ്റ്റ് വേ ഓഫ് ഫോർ ഏതാണ്? ഫീൽഡ് വർക്ക് ആണ് അല്ലേ. നരവംശാസ്ത്രത്തിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഫീൽഡ് വർക്കാണ്. പിന്നെ 94 നോക്കുക. വിച്ച് ആന്ത്രപ്പോളജിസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് എബൌട്ട് എത്തനോഗ്രാഫിക് ഫീൽഡ് വർക്ക് അല്ലെ. എത്തനോഗ്രാഫിക് ഫീൽഡ് വർക്കിനെ കുറിച്ചിട്ട് ഏത് നരവംശ ശാസ്ത്രജ്ഞനാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. ആരാണ്? ബ്രോണിസ്ലാവ് മാലിനോസ്കി ആണ്. ആരാണ്? ബ്രോണിസ്ലാവ് മാലിനോസ്കി. ഇനി 95ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആന്ത്രപ്പോളജി ഈ സ്റ്റഡി ഓഫ് അല്ലേ. അത് ശരിക്കും സി ആ വരേണ്ടത്, പക്ഷെ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, സ്റ്റഡി അബൌട്ട് ലാംഗ്വേജസ്. അപ്പോൾ വന്നാൽ അത് തന്നെ കൊടുത്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി 96ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് വൺ ഈസ് ബേസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ അല്ലേ. കുട്ടികളുടെ സാമൂഹ്യ വൽക്കരണം നടക്കുന്ന അടിസ്ഥാന സാമൂഹ്യ സ്ഥാപനം ഏതാണ്? കുടുംബമാണ് എന്ന് എല്ലാവർക്കും അറിയില്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്റ്റിങ്ക്വിഷ് മെയിൽ ഫ്രം ഫീമെയിൽ ഈസ് കാൾഡ് അല്ലേ. പുരുഷനെ സ്ത്രീയിൽ നിന്നും വേർതിരിക്കുന്ന ജൈവ സവിശേഷതകളെ എന്താ വിളിക്കുക? സെക്സ് എന്നാണ് വിളിക്കുക അല്ലേ. ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്റ്റിങ്ക്വിഷ് മെയിൽ ഫ്രം ഫീമെയിൽ ഈസ് കാൾഡ് സെക്സ് എന്നാണ് വിളിക്കുന്നത്. 98 നോക്കുക. സോഷ്യോ ലിംഗ്വിസ്റ്റിക് കെയിം ടു ബി കാൾഡ് ബൈ അല്ലേ. സാമൂഹ്യ ഭാഷാശാസ്ത്രം എന്ന് വിളിക്കപ്പെടുന്നത് ഹൈംസ്. എന്താണ്? ഹൈംസ് ആണ്. ഇതിൽ ഏറ്റവും ചെറിയ ഓപ്ഷൻ ആണെന്നൊക്കെ ഓർത്താൽ കിട്ടും. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇവിടെ ആൾ ഓഫ് ദി അബോവ് ഈ ഒരു എന്താ പറയുക, ആന്ത്രപ്പോളജിയിൽ ആൾ ഓഫ് ദി അബോവ് എന്ന് വരുന്നതൊന്നും ആൾ ഓഫ് ദി അബോവ് അല്ല വരുന്നതെന്ന് ഓർത്ത് വെക്കണേ. 99ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മെയിൽ ബയാസ് ഓർ ടെൻഡൻസി ടു അണ്ടർ എസ്റ്റിമേറ്റ് ഓർ ഇഗ്നോർ ഫീമെയിൽ പെർസ്പെക്റ്റീവ് ഈസ് അല്ലേ. എന്താ പറയുന്നത്? പുരുഷപക്ഷാപാതം അല്ലെങ്കിൽ എന്താ പറയുക, സ്ത്രീ കാഴ്ചപ്പാടിനെ അവഗണിക്കുന്നതിനെ കുറിച്ച് കാണാനുള്ള പ്രവണത. അതെന്താണ്? ആൻഡ്രോസെൻട്രിസം. എന്താണ്? ആൻഡ്രോസെൻട്രിസം ആണ്. അപ്പോൾ ടെൻഡൻസി അതിലെന്താണ്? ആൻഡ്രോസെൻട്രിസം എന്നുള്ള ഡി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആൻഡ്രോസെൻട്രിസം എന്ന് കിട്ടും. 99 ഓപ്ഷൻ ബി ആണ് എന്നുള്ളത്. ഇനി 100 നോക്കുക. അപ്ലൈഡ് ആന്ത്രപ്പോളജി ആസ് കറൻ്റ്ലി പ്രാക്ടീസ്ഡ് ഇൻ അല്ലേ. എവിടെയാണ്? അമേരിക്കയിലാണ്. അപ്ലൈഡ് ആന്ത്രപ്പോളജി അമേരിക്ക. അപ്ലൈഡ് എ വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്, അമേരിക്ക എന്നും എ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇനി 101 നോക്കുക. ഹൗ ഡസ് ആന്ത്രപ്പോളജി ഡിഫർ ഫ്രം അതർ സോഷ്യൽ സയൻസസ് സച്ച് ആസ് എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി അല്ലേ. എന്താ പറയണത്? സാമ്പത്തിക ശാസ്ത്രം പോലുള്ള മറ്റു സാമൂഹ്യ ശാസ്ത്രങ്ങളിൽ നിന്ന് നരവംശ ശാസ്ത്രം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ്? ആന്ത്രപ്പോളജി ഈസ് എ ഹോളിസ്റ്റിക് ആൻഡ് ഇൻറ്റഗ്രേറ്റീവ് ഇൻ ഇറ്റ്സ് അപ്രോച്ച് അല്ലേ. അപ്പോൾ ആന്ത്രപ്പോളജിനെയാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആന്ത്രപ്പോളജി 3 ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിലാണ് ആന്ത്രപ്പോളജി. അപ്പോൾ ആന്ത്രപ്പോളജിക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം നോർത്താൽ ആന്ത്രപ്പോളജി എന്നുള്ളത് ഓപ്ഷൻ എ എന്നുള്ളത് കിട്ടും. 101. 102ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എക്കണോമിക് ഗ്രോത്ത് വിൽ കീപ്പ് പേസ് വിത്ത് പോപ്പുലേഷൻ ഗ്രോത്ത് ഓൺലി ഇഫ് ദർ ഈസ് അല്ലേ. എന്താ പറയുന്നത്? ജനസംഖ്യ വളർച്ചയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സാമ്പത്തിക വളർച്ചയുടെ വേഗത കൈവരിക്കുമെന്ന്. എന്താണ് ഇത് പറയുന്നത്? അവൈലബിൾ അക്രിയേജ് അല്ലേ. അവൈലബിൾ അക്രിയേജ് ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇതൊക്കെ ഇത് തന്നെ എടുത്ത് ഇങ്ങനെ പഠിക്കേണ്ടി വരും. അവൈലബിൾ അക്രിയേജ് ആണ് ആൻസർ വരുന്നത്. ഇനി 103 നോക്കുക. വാട്ട് ടേം വി യൂഷ്വലി യൂസ് സ്പെസിഫൈയിങ് ദാറ്റ് ചിൽഡ്രൻ ആർ ഇൻ കിൻ ഗ്രൂപ്പ് ഓഫ് ദെയർ ഫാദർ ആൻഡ് നോട്ട് ദെയർ മദർ അല്ലേ. കുട്ടികൾ അവരുടെ പിതാവിൻ്റെ ബന്ധത്തിലൂടെയുള്ള ബന്ധുത്വത്തിന് കിൻഷിപ്പ്, മദറിൻ്റെത് വഴിയിലല്ല പിതാവിലൂടെ വരുന്നതിനെയാണ് പാട്രിലീനി അല്ലേ. പിതാവ് പാട്രിലീനി എന്നുള്ളത് ഓർത്ത് വെക്കുക. പിതാവിനോട് വരുന്നതാണ് പാട്രിലീനി. ഓപ്ഷൻ സി ആണ് 103 വരുന്നത്. 104 ഡാഷ് ഈസ് എ ഡിസ്പ്ലേ
ഡിസിപ്ലിൻ വിച്ച് സെർവ്സ് ദ ഇൻഫിനൈറ്റ് പിന്നെ ക്യൂരിയോസിറ്റി അബൌട്ട് ഹ്യൂമൻ ബീയിങ് അല്ലേ. എന്താ പറയണത്, മനുഷ്യരെ കുറിച്ചിട്ടുള്ള അനന്തമായുള്ള ജിജ്ഞാസയെ സേവിക്കുന്ന എന്താ പറയുക അച്ചടക്കമാണ് എന്ത് എന്നല്ലേ, ഒരു അച്ചടക്കമാണ് എന്ത്, സോഷ്യൽ ആന്ത്രപ്പോളജി. അപ്പോൾ ഹ്യൂമൻ ബീയിങ് എന്നുള്ളത് തന്നെ കാണുമ്പോൾ ആന്ത്രപ്പോളജി, സോഷ്യൽ ആന്ത്രപ്പോളജി എന്നുള്ളത് ഓർത്ത് വെക്കുക. 105 ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഇൻ ഡാഷിൽ ഏതാണ്, 1774. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1774. എല്ലാത്തിലും 27 വരുന്നുണ്ട്, അപ്പം 4 ലാസ്റ്റ് വരുന്നത്. ഇനി അടുത്ത 106ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മന ഈസ് എ ഡാഷ് ടേം മീനിങ് പവർ അല്ലെ. മന എന്ന് പറയുന്നത് ഒരു ഡാഷ് ശക്തി എന്നാണ് അർത്ഥം വരുന്നത് അല്ലെ. മലനേഷ്യൻ, മലനേഷ്യൻ അതിൽ തന്നെ അല്ലേ മന എന്ന് കാണാൻ കഴിയുമല്ലോ. അപ്പോൾ മലനേഷ്യൻ ഓപ്ഷൻ ബി ആണ് 106 വരുന്നത്. ഇനി 107ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ടേം മാജിക് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ ഡാഷ് വേർഡ് അല്ലെ. മാജിക് എന്ന് പറയുന്ന പദം ഏത് പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്, മാജിക്, ഫ്രഞ്ച് അല്ലെ. അപ്പോൾ മാജിക്കിൽ എന്തുണ്ട്, സി ഉണ്ട്, ബാക്കിയുള്ള ഓപ്ഷനിലൊന്നും സി ഇല്ല, അപ്പോൾ ഫ്രഞ്ച് എന്ന് കിട്ടും, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി 108 നോക്കുക. ദ പോളിനേഷൻ ടേം ടാബു മീൻസ് അല്ലെ. പോളിനേഷൻ എന്ന് പറയുന്ന എന്താ പറയുക പോളിനേഷൻ ടേം ആയിട്ടുള്ള ടാബു എന്നതിൻ്റെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ശരിക്ക് ഫോർബിഡൻ എന്നാണ്, പക്ഷെ ഇവിടെ ആൻസർ കീ തെറ്റിയിട്ട് സി ആ കൊടുത്തിട്ടുള്ളത്. പ്രൊഹിബിഷൻ വന്നാൽ പ്രൊഹിബിഷൻ തന്നെ എഴുതാൻ നോക്കുക. ഇനി 109ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ആർ ദ പാർട്ട് ടൈം റിലീജിയസ് പ്രാക്ടീഷണേഴ്സ് ആൻഡ് മോസ്റ്റ്ലി ഫീമെയിൽ അല്ലെ. പാർട്ട് ടൈം മതവിശ്വാസികൾ കൂടുതലും സ്ത്രീകളാണ്. ഏത് എന്താ പറയുക സോർസറർ അല്ലെ, മന്ത്രവാദി സ്ത്രീകളെ പറയുമ്പോൾ സോർസറർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനി 110 നോക്കുക. ഡാഷ് ഫാമിലീസ് ഫോംഡ് ബൈ ദ അഗ്ലോമറേഷൻ ഓഫ് ന്യൂക്ലിയർ ഫാമിലി യൂണിറ്റ്സ് ഓർ പാർട്സ് ഓഫ് ദം. അണുകുടുംബ യൂണിറ്റുകളുടെയോ ഭാഗങ്ങളുടെയോ ഒക്കെ സമാഹരണത്താൽ രൂപീകരിച്ചിട്ടുള്ള കുടുംബങ്ങൾ പറയുന്ന പേരാണ് കോമ്പൗണ്ട്. എന്താണ് കോമ്പൗണ്ട്, സംയുക്തം. ഓപ്ഷൻ എ ആണ് വരുന്നത്. 111 നോക്കുക. ഡാഷ് ഈസ് ദ മാരേജ് വേർ ബ്രൈഡ് ഗ്രൂം ഈസ് അലൗഡ് ടു സ്റ്റേ ഇൻ ദ ബ്രൈഡ്സ് ഹൗസ് എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദ മാരേജിലെ. വിവാഹത്തിന്റെ കുറച്ച് ദിവസം മുന്നേ വധുവിന്റെ വീട്ടിൽ വരനെ താമസിപ്പിക്കാൻ അനുവദിക്കുന്ന വിവാഹം പറയുന്ന പേരാണ് മാരേജ് ബൈ ട്രയൽ. ട്രയൽ നടത്തുക അല്ലേ. അപ്പം മാരേജ് ബൈ ട്രയൽ അങ്ങനെ ഓർത്താൽ 111 കിട്ടും. 112 നോക്കുക. ഡാഷ് ഹാവ് കൺസിഡേർഡ് റിലീജിയൻ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ എവല്യൂഷണറി ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. എന്താ പറയുക മനുഷ്യ മസ്തിഷ്കത്തിന്റെ പരിണാമ വികാസത്തിന്റെ ഫലമായിട്ടാണ് മതത്തെ കണക്കാക്കുന്നത് ആര്, സൈക്കോളജിസ്റ്റുകൾ അല്ലെ, മനഃശാസ്ത്രജ്ഞർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്, എവല്യൂഷണറി ഡെവലപ്മെന്റ്, അത് സൈക്കോളജിസ്റ്റ് എന്ന് ഓർത്ത് വെക്കുക. ഇനി 113ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 113ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ഫൗണ്ട് സാക്രഡ് പാർട്ട് ആൻഡ് പ്രൊഫൈൻ പാർട്ട് ഇൻ എന്താ പറയുക സൂപ്പർ നാച്ചുറൽ ഫീൽഡ് അല്ലെ. പവിത്രമായിട്ടുള്ള ഭാഗവും അപരിഷ്കൃതമായിട്ടുള്ള അതീന്ദ്രമായിട്ടുള്ള മണ്ഡലവും കണ്ടെത്തിയ ഡെർക്കിമാണ്. അപ്പോൾ സാക്രഡ് ആൻഡ് പ്രൊഫൈൻ ഒക്കെ കേട്ടാൽ എമിൽ ഡെർക്കിമിനെ ഓർക്കുക. ഇനി 114 ആനിമിസം ഈസ് ദ ഏർലിയസ്റ്റ് കൺസെപ്റ്റ് ടുവേർഡ്സ് ദ റിലീജിയൻ ഫോർവേർഡഡ് ബൈ അല്ലെ. ആദ്യകാല ആനിമിസം അല്ലെ, ആനിമിസം എന്നത് മതത്തോടുള്ള ആദ്യകാല ആശയമാണെന്ന് പറഞ്ഞത് ടൈലറാണ്. ആരാണ്, ഇ ബി ടൈലറാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി 115 മന ഈസ് എ ഡാഷ് ടേം ഓഫ് മീനിങ് പവർ അല്ലെ. അതെന്താണ്, മലനേഷ്യൻ. ഇവിടെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇതിന് മുന്നേ വന്നു. 106ാമത്തെ ക്വസ്റ്റ്യന് അവിടെ ഓപ്ഷൻ ബി ആയിരുന്നു മലനേഷ്യനിൽ വന്നിട്ടുണ്ടായിരുന്നത്, ഇവിടെ ഓപ്ഷൻ സിയിലാണ് മലനേഷ്യൻ. ഇനി 116 ദ ടേം മാജിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഡാഷ് വേർഡ്സ് മാഗി മീൻസ് സീക്രട്ട് ഡേറ്റ്സ്. ഇതും വന്നതാണ്. മാജിക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഫ്രഞ്ച് ആണ് എന്നുള്ളത് അല്ലെ, ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് എന്നുള്ളത്. 107ാമത്തെ ക്വസ്റ്റ്യന് അവിടെ ഓപ്ഷൻ സി ആയിരുന്നു, പക്ഷെ ഇവിടെ ഓപ്ഷൻ ബി ആണ് 116ൻ്റെത് ഫ്രഞ്ച്. അപ്പോൾ മാജിക് എന്നുള്ളതിൽ എന്തുണ്ട്, സി ഉണ്ട്. അപ്പം അങ്ങനെ ഫ്രഞ്ച് എന്ന് ഓർത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി 117 നോക്കാം. 117ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ഈസ് എ മാൽവലന്റ് സ്പിരിറ്റിലെ ആത്മാക്കളുടെ ദുഷ്പ്രവണതയോട് അല്ലെ, എന്താ പറയുക ആത്മാക്കളുടെ സഹായത്തോടെയുള്ള ദുഷ്പ്രവണതയാണ് എന്ത്, പ്രാക്ടീഷണർ അല്ലെ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിലുണ്ട് പ്രാക്ടീസ് എന്നുള്ളത്. ഒരു നിലക്ക് ഓർക്കുകയാണെങ്കിൽ പ്രാക്ടീഷണറിന് കിട്ടും. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 118 നോക്കുക. എ ഡാഷ് ഈസ് യൂഷ്വലി എ പാർട്ട് ടൈം മെയിൽ സ്പെഷ്യലിസ്റ്റ് അല്ലെ. ഒരു ഡാഷ് സാധാരണയായിട്ട് ഒരു പാർട്ട് ടൈം പുരുഷ വിദഗ്ധനാണ്. അപ്പോൾ ആരാണ്, ഷമാൻ. സ്പെഷ്യലിസ്റ്റ് എന്നുള്ളത് എസ് വെച്ചിട്ടല്ലേ. അപ്പോൾ
ഷമാൻ, എസ് വെച്ചിട്ടാണ് ഷമാൻ. ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എസ് വെച്ചിട്ട്. അപ്പോൾ ഓപ്ഷൻ എ അങ്ങനെ കിട്ടും. ഇനി 119 ഡാഷ് ഈസ് യൂസ്ഡ് ബൈ സിനോണിം ഓഫ് ഷമാൻ അല്ലെ. ഷമാന്റെ പര്യായമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? വിച്ച് ഡോക്ടർ അല്ലെ. അപ്പൊ ഇതിലൊരു ഡോക്ടർ എന്നും പിന്നെ വിച്ച് എന്നൊക്കെ വരുന്നത് 2 വേർഡായിട്ട് വരുന്നത് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ എന്ന് ഓർത്താൽ 119 ബി ആണെന്ന് കിട്ടും. 120 നോക്കുക. ദ ഡാഷ് ടേം ടാബു മീൻസ് ഫോർബിഡൻ അല്ലെ. പോളിനേഷ്യൻ എന്നാണ്. ഇത് അവിടെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ടാബുവിന്റെ മീൻസ് ഫോർബിഡൻ ആണ്. അപ്പോൾ എന്താണ്, ഏത് ടേം ആണത്? പോളിനേഷ്യൻ എന്നാണ് ആ ടേം വരുന്നത്. ഇനി 121 ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് സ്റ്റേറ്റ് ഹാസ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യൻ എത്തനിക് ഗ്രൂപ്പ് ഓഫ് ബ്ലാക്ക് ആഫ്രിക്കൻ ഡീസെന്റ് കാൾഡ് സിദ്ധി അല്ലെ. കറുത്ത ആഫ്രിക്കൻ വംശജരായിട്ടുള്ള ഇന്ത്യൻ വംശജരുടെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനത്തെ സിദ്ധി എന്ന് വിളിച്ചത് മഹാരാഷ്ട്രയിലാണ് അല്ലെ. എവിടെയാണ്? മഹാരാഷ്ട്ര. അപ്പം അത് അങ്ങനെ തന്നെ മഹാരാഷ്ട്ര എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 122 ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയാസ് കണിക്കർ ആൻഡ് യുർവ ട്രൈബ്സ് ആർ ഫൗണ്ട് ഇൻ അല്ലെ. എവിടെയാണ്? താഴെ പറയുന്നവയിൽ ഏത് പ്രദേശത്താണ് കണിക്കർ യുർവ ഗോത്രങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നത്? അപ്പൊ കണിക്കർ യുർവ ട്രൈബ്സ് നോർത്ത് ഇന്ത്യ തന്നെ ഓർത്തു വെക്കുക. ഇനി 123 ജറാവ ആർ ദ ഇൻജീനിയസ് പീപ്പിൾ ഓർ ആദിവാസി പ്രോമിനന്റ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ അല്ലെ. ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ജറാവ തദ്ദേശീയർ അല്ലെങ്കിൽ ആദിവാസികളെ കാണപ്പെടുന്നത്? അപ്പൊ ജറാവ ആസാം. ഇനി 124 നോക്കുക. വിച്ച് എമംഗ് ദ ഫോളോയിങ് റൈസ് ഓഫ് ഇന്ത്യൻ ഈസ് ഓൾഡസ്റ്റ് അല്ലെ. താഴെ പറയുന്നതിൽ ഇന്ത്യൻ വംശജങ്ങളിൽ ഏതാണ് ഏറ്റവും പഴയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ്? നെഗ്രിറ്റോസ് ആണ് ഏറ്റവും പഴയത്. ഏതാണ്? നെഗ്രിറ്റോസ്. ഇനി അടുത്തത് 125 ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇൻഹാബിറ്റഡ് ദ നിഷി ട്രൈബ് അല്ലെ. താഴെ പറയുന്നതിൽ ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്താണ് നിഷി ഗോത്രങ്ങൾ താമസിക്കുന്നത്? അരുണാചൽ പ്രദേശിലാണ്. ബാക്കിയുള്ളതൊക്കെ ഒറ്റ വേർഡിലാണ്. മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ. ഇത് അരുണാചൽ പ്രദേശ്. അങ്ങനെ 2 വേർഡുള്ളതായിട്ട് ഓർക്കുക. ഇനി 126 ട്രൈബൽ പോപ്പുലേഷൻ ഇൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ബിലോങ്സ് ടു അല്ലെ. ആൻഡമാൻ നിക്കോബാറിലെ ഗോത്രവർഗ ജനസംഖ്യ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിലാണ് നെഗ്രിറ്റോസിൽ. ആൻഡമാൻ നിക്കോബാർ നെഗ്രിറ്റോസ് അല്ലെ. അങ്ങനെ ഓർക്കുക. 127 ദ ലാർജസ്റ്റ് ST പോപ്പുലേഷൻ ഈസ് ഇൻ. ഏറ്റവും കൂടുതൽ ST ജനസംഖ്യ എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. മധ്യപ്രദേശ്. ഇതും അതുപോലെ തന്നെ മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ ഒക്കെ ഒറ്റ വേർഡാണ്. മധ്യപ്രദേശ് എന്ന് പറയുന്നത് 2 വേർഡാണ്. അപ്പൊ 127 ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഇനി 128 നോക്കുക. വിച്ച് വാസ് ദ വർക്കിംഗ് ഏരിയ ഓഫ് എന്താ പറയുക ബിർസ മുണ്ട അല്ലെ. ബിർസ മുണ്ടയുടെ പ്രവർത്തന മേഖല ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. റാഞ്ചിയാണ്. അപ്പൊ ബിർസ മുണ്ട, റാഞ്ചി അങ്ങനെ പറഞ്ഞ് പഠിക്കുക. ഇനി 129 ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഹാവ് ബീൻ മെയ്ഡ് ഫോർ നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ് അതർ വേർഡ് ക്ലാസസ് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസ് അല്ലെ. അതായത് പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും ആംഗ്ലോ ഇന്ത്യൻകാർക്കും എന്താ പറയാ ഇവരുടെ പ്രത്യേക വ്യവസ്ഥകളൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യന്. പാർട്ട് 16 അല്ലെ. ഏതിലാണ്? പാർട്ട് 16 പറയുന്നത് എന്ന് ഓർത്തു വെക്കുക. ഇനി 130 ഹു ഹാസ് ദ റൈറ്റ് ടു ഡിസൈഡ് ദാറ്റ് ഹു വിൽ ബി ഇൻക്ലൂഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലെ. ആരെയാണ് പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടുത്തേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ്? പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയൊക്കെ പ്രസിഡന്റിനാണ് അല്ലെ. ഓപ്ഷൻ ബി പ്രസിഡന്റ് ആണ് അതിൻ്റെ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 131 ക്വസ്റ്റ്യൻ നോക്കുക. സ്പെഷ്യൽ പ്രൊവിഷൻസ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ്സ് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസ് വെർ ഒറിജിനലി മെയ്ഡ് ഫോർ അപ് ടു ഡാഷ് അല്ലെ. പട്ടികജാതി പട്ടികവർഗക്കാർക്കും ആംഗ്ലോ ഇന്ത്യൻകാർക്കും പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കിയത് എന്നാണ് ക്വസ്റ്റ്യന്. 1960 ഓപ്ഷൻ ഡി. അതിൽ ഏറ്റവും ചെറിയ വർഷമാണ് വരുന്നത് 1960. ഇനി 132 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് റിലേറ്റഡ് ടു ആർട്ടിക്കിൾ 330 ആൻഡ് 342 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. എന്താ പറയണത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 330 342 ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. റിസർവേഷൻ ആൻഡ് റെപ്രസെന്റേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ലോകസഭ അല്ലെ. ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗ എന്താ പറയുക സംവരണവും പ്രാതിനിധ്യവും. അപ്പൊ 330 342 എന്താണ്? SC ST എന്ന് ഓർത്താൽ മതി. ഷെഡ്യൂൾഡ് ട്രൈബ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അങ്ങനെ ആയാലും ഇത് കിട്ടും. അപ്പോൾ ഇതോട് കൂടിയിട്ട് സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ മുഴുവൻ MCQ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യന് ടിപ്സും ഒക്കെ ഉണ്ട്. പക്ഷേ ചില ക്വസ്റ്റ്യൻസിന് അതില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യുക? പ്രത്യേകം എടുത്തൊന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.